ഭീകരാക്രമണത്തിൽ അതിന്റെ അവശേഷിപ്പുകളിലായി നമ്മുടെ അമിത്ഷാ പുതിയൊരു ഉത്തരവിറക്കിയിരിക്കുന്നു. രാജ്യത്തെമ്പാടുമുള്ള പാകിസ്ഥാനി പൗരന്മാരെ കണ്ടുപിടിച്ച് നാടുവിടാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുടനീളമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ നാടുവിടാനായുള്ള നിർദ്ദേശം കൊടുത്തു. 2 ദിവസത്തിനകം നാടുവിടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ നിരവധി പേർ പോയിക്കൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ അതിർത്തി അടയ്ക്കാനുള്ള സമയവും ആയിക്കൊണ്ടിരിക്കുന്നു. 215ഓളം പാകിസ്ഥാൻ പൗരന്മാർ അട്ടാരി പാത വഴി മടങ്ങിയെന്നും 416ഓളം ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്നും തിരിച്ചെത്തി എന്നും റിപ്പോർട്ടുകളുണ്ട്. പരസ്പരം 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൗരന്മാരുടെ വിസ റദ്ദാക്കൽ ചടങ്ങുകളുടെ ഫലമായിട്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മടക്കം പൗരന്മാരുടെ. ഇതിനിടയിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് കർശനമായി നടപ്പാക്കുമെന്നും ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് വിട്ടുകൊടുക്കില്ലെന്നും നമ്മുടെ ജലമന്ത്രി CR പാട്ടീൽ വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജലമന്ത്രി ഈ നയം വ്യക്തമാക്കിയത്. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്നും അതിനു വേണ്ടിയിട്ട് ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നും മന്ത്രി വ്യക്തമാക്കി. നദികളിലെ മണ്ണ് നീക്കി വെള്ളം തിരിച്ചുവിടാനുള്ള പദ്ധതികൾ ആരംഭിച്ചു എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ മുകളിലൂടെയുള്ള വ്യോമ ഗതാഗതം വ്യോമപാത അടച്ച് പാകിസ്ഥാൻ. ഇതോടുകൂടി ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ മുകളിലൂടെ പറന്നു പോകാനാകില്ല. പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ട് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായി വിമാന കമ്പനികൾ യാത്രാക്കൂലി വർദ്ധിപ്പിക്കും. കാരണം കിലോമീറ്ററുകൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഓവർകം ചെയ്യാനായി വിമാന കമ്പനികൾ തീർച്ചയായും യാത്രാക്കൂലി കൂട്ടുക തന്നെ ചെയ്യും. അത് സാധാരണക്കാരുടെ മേൽ തന്നെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഈ പണം യാത്രക്കാരാണ് നൽകേണ്ടി വരുന്നത്. അധിക ചെലവ് സർക്കാർ ഒരിക്കലും വഹിക്കില്ല. ഇതിനിടയിൽ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർ പുതിയ വിവരങ്ങൾക്കായി അതാത് യാത്രാ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും അവർ ഷെഡ്യൂൾ ചെയ്തതിനനുസരിച്ച് യാത്രക്കാർ അതിനനുസരിച്ച് തയ്യാറാകണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UAE-യിലേക്ക് പോകാനിരിക്കുന്നവരും ഷെഡ്യൂൾ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. പലർക്കും യാത്രാക്കൂലി കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു യുദ്ധമുണ്ടാകുമ്പോൾ വിമാനക്കൂലിയിൽ നിന്നും തുടങ്ങുന്ന വിലവർദ്ധനവ് ഇങ്ങ് താഴെ ഒരു മുട്ടുസൂചിയിൽ വരെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തു വയ്ക്കേണ്ടത് തന്നെയാണ്. എല്ലാവരും വിചാരിക്കും യുദ്ധമല്ലേ, ഉണ്ടാവട്ടെ, നടക്കട്ടെ, പാകിസ്ഥാൻ നശിക്കട്ടെ അല്ലെങ്കിൽ ഇന്ത്യ നശിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കും എല്ലാവരും. എന്നാലും അതിന്റെ പരിണത ഫലങ്ങൾ, ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയായിരിക്കും. ഹിരോഷിമയിലും നാഗസാക്കിലും ഇപ്പോഴും പിറക്കുന്ന കുട്ടികൾ നമ്മുടെ എൻഡോസൾഫാൻ ഏരിയയിലുള്ളതുപോലെ തന്നെയാണ്. വികലാംഗരും അതുപോലെ പല രീതിയിലുള്ള ജന്മവൈകല്യങ്ങളുള്ള കുട്ടികളാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. തീരാ ദുഃഖത്തിലാണ് പല മാതാപിതാക്കളും. അതുപോലെ ആയിത്തീരാൻ ഒരു സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ പിന്നെ മറ്റ് വഴികളൊന്നുമില്ല. അവർ അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ സാധാരണപ്പെട്ടവർക്ക് അനുഭവിക്കാൻ തയ്യാറെടുത്ത് ഇരിക്കാം. യുദ്ധം നടക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് പോലെ നമ്മളും തയ്യാറെടുക്കാം. ഈ ഒരു യുദ്ധം ഉണ്ടാകുന്നത് വെൽ പ്ലാൻഡായി തയ്യാറാക്കിയതുപോലെ തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി
സൗദിയിലായിരിക്കുമ്പോൾ ഇവിടെ ഒരു സംഘർഷം നടക്കുന്നു. അതായത് നിസാരം ഒരു ജവാൻ പാകിസ്ഥാന്റെ പിടിയിലാകുന്നു. വെറുതെ ഒന്ന് അതിർത്തി ലംഘിച്ച് അപ്പുറത്തേക്ക് ചെന്നതേയുള്ളൂ. കൃത്യമായി പാകിസ്ഥാൻ പിടിയിലാക്കി. ആ സ്ഥാനത്താണ് 250 കിലോമീറ്ററോളം ഇന്ത്യയുടെ ഉള്ളിലേക്ക് ആയുധങ്ങളുമായി കടന്നു വന്ന് അരമണിക്കൂറോളം മനുഷ്യരെ കൊന്ന് കൊല വിളിച്ച് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ സുരക്ഷിതമായി തിരിച്ചുപോയത്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടാണ് ഭീകരർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. ഇതിനൊക്കെ ആരാണ് കൂട്ടുനിന്നത്? നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ മിലിറ്ററിയെ നിയന്ത്രിക്കുന്നവരാണോ? ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെയധികം സെക്യൂരിറ്റി ഉള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തു കൂടിയാണ് ഈ തീവ്രവാദികൾ കടന്നു വന്നു എന്ന് പറയപ്പെടുന്നത്. ഇനി അവർ കടന്നു വന്നതാണോ, അവർ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടായതാണോ എന്ന് ഇന്റലിജൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതൊക്കെ വഴിപോലെ കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചാലും കഥ ഇത് തന്നെ. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി കള്ളൻ കപ്പലിലാണോ? അങ്ങനെ സൗദിയിൽ നിന്ന് തിരിച്ചു വന്ന പ്രധാനമന്ത്രി ഈ സംഭവ സ്ഥലത്തേക്ക് പോകാതെ ഒരു സർവകക്ഷി യോഗത്തിന് പോലും കൂടുതൽ സമയം ചെലവഴിക്കാതെ പെട്ടെന്ന് തന്നെ ഈ ഉണ്ടായ ഭീകരാന്തരീക്ഷത്തിന്റെ ഫലം എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലേക്കാണ് പോയത്. എന്താ അല്ലേ? നിങ്ങളുടെ കുഞ്ഞിനൊരു അപകടം സംഭവിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഓടിയെത്തുമോ, അതോ ടൂറിസ്റ്റ് ബസ്സിൽ കയറി ടൂർ പോകുമോ? തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അവിടെയാണ് എത്തേണ്ടത്. ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നാടിന്റെ മുഴുവൻ സംരക്ഷകനാണല്ലോ. അങ്ങനെ സംരക്ഷിക്കേണ്ട ആൾ ഇതിന്റെ ഫലം എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലേക്കാണ് പോയത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതൊരു തിരക്കഥയുടെ ഭാഗമാണെന്ന്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ അമിത്ഷാ അങ്ങോട്ടേക്ക് യാത്രയായി. നടന്നു എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അമിത്ഷാ അങ്ങോട്ടേക്ക് യാത്രയായെന്ന റിപ്പോർട്ടുകളും വന്നു. അപ്പോൾ അമിത്ഷാ അവിടെ ചെന്നാൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അയാൾക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായും ഓടിയെത്തിയത്. സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും നമ്മുടെ സുരക്ഷാ മന്ത്രിയും ഒക്കെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ പെഹൽഗാം ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അവിടെ നടന്ന ഒരു സംഭവത്തിലും ജാതീയ വേർതിരിവുണ്ടാകാതെ നിങ്ങൾ തരം താഴ്ത്താൻ ഇഷ്ടപ്പെടുന്ന അതേ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ് പലരെയും രക്ഷിച്ചിട്ടുള്ളത്. കാശ്മീരികളായ ചെറുപ്പക്കാർ തന്നെയാണ് കുതിരപ്പുറത്ത് കയറ്റി വന്ന ഈ ടൂറിസ്റ്റുകളെ മലമുകളിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതും കാശ്മീരികളായ ചെറുപ്പക്കാർ തന്നെയാണ്. ഒരു കാശ്മീരി ചെറുപ്പക്കാരനാണ് തീവ്രവാദികൾക്ക് എതിരെ പോരാടി താൻ കൊണ്ടുവന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചത്. അതും ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. കാശ്മീരികൾ മിക്കവാറും എല്ലാവരും തന്നെ മുസ്ലിങ്ങളാണ്. മൃതദേഹങ്ങൾ കൊണ്ടുപോയത് മുസ്ലിം വംശജർ ഓടിക്കുന്ന ആംബുലൻസിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും മുസ്ലിങ്ങളാണ്. അവർക്ക് ഷെൽട്ടറുകൾ കൊടുത്തതും മുസ്ലിം ഹോട്ടലുകളും മറ്റുമാണ്. അവിടെയൊക്കെ ഇവർക്ക് പോകാൻ ഒരു കുഴപ്പവുമില്ല. ഈ സന്ദർശകരെ മലമുകളിലേക്ക് കൊണ്ടുപോയതും ഈ പോകാൻ ഉദ്ദേശിച്ചവർ തിരഞ്ഞെടുത്തതും ഇതുപോലുള്ള ചെറുപ്പക്കാരെ തന്നെയായിരുന്നു. അതിൽ രക്ഷപ്പെട്ട ഒരു കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞത്
ഇങ്ങനെയാണ്. ഭീകരിൽ നിന്ന് 11 ജീവനുകളെ രക്ഷിച്ച നസാക്കത്ത് ആണ് അവിടുത്തെ ഹീറോ. പഹൽഗാം താഴ്വരയിൽ അഴിഞ്ഞാടിയ തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് നസാക്കത്ത് എന്ന ചെറുപ്പക്കാരൻ രക്ഷിച്ചത് 11 നിരപരാധികളായ ജീവനുകളാണ്. ഈ നസാക്കത്ത് എന്ന ചെറുപ്പക്കാരൻ 30 വയസ്സുകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള BJP നേതാവായ അരവിന്ദ് അഗർവാളും ഭാര്യ പൂജയും ഉൾപ്പെടെ മകളും ഉൾപ്പെടെ 11 പേരാണ് കാശ്മീർ യാത്രയുടെ അവസാന ഘട്ടത്തിലായിരുന്ന ഇവരെ രക്ഷപ്പെടുത്തിയത്. പെഹൽഗാമിലേക്ക് അവർ വഴികാട്ടിയത് നസാക്കത്ത് അഹമ്മദ് ഷാ എന്ന കാശ്മീരി സ്വദേശിയായ ഈ ചെറുപ്പക്കാരനാണ്. നസാക്കത്ത് മഞ്ഞുകാലത്ത് അവിടെ പുതപ്പുകൾ വിൽക്കുന്ന ജോലിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് നല്ല പരിചിതമായിരുന്നു. ഈ മുൻപരിചയം കണക്കിലെടുത്താണ് BJP നേതാവായ അഗർവാളും സംഘവും നസാക്കത്ത് അഹമ്മദ് ഷായെ അവരുടെ ഒപ്പം കൂട്ടിയത്. ഈ സംഭവം നടക്കുന്ന ദിവസം ഉച്ചയോടെയാണ് അവർ എല്ലാവരും ചേർന്ന് ബസൈരൻ താഴ്വരയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ കുട്ടികളെല്ലാം കളിക്കോപ്പുകളുടെ പിന്നാലെ പോയി. സ്വാഭാവികമാണല്ലോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ തേടി അവർ പോയി. മുതിർന്നവരോ, നമ്മൾ ഒരിടത്ത് ടൂറിന് പോകുമ്പോൾ അല്ലെങ്കിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ തീർച്ചയായും അവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ ഷൂട്ടും ഒക്കെ പതിവാണ്. മുതിർന്നവരെല്ലാം അതിന്റെ തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് ഈ ആക്രമണം ഉണ്ടായത്. സന്ദർശകരുടെ എല്ലാം ഈ ആഹ്ലാദങ്ങൾക്ക് മുകളിലൂടെയാണ് പെട്ടെന്നുണ്ടായ ഈ വെടിയുച്ചകളും ഭീകരാന്തരീക്ഷവും കണ്ടു നിന്നവർക്ക് പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അല്പസമയം വേണ്ടി വന്നു. അപ്പോഴാണ് രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചിലും മുറവിളികളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ ഓരോരുത്തരും പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങി. അവരവരുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായി. അപ്പോഴാണ് ഈ നസാക്കത്ത് അഹമ്മദ് ഷാ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ഈ അഗർവാളിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി എത്തിയത്. അയാൾ പറയുന്നത്, ഞങ്ങൾ നിന്നതിന്റെ ഒരു 20 മീറ്റർ അപ്പുറത്താണ് ഈ ഒച്ചപ്പാടും ബഹളവും വെടിശബ്ദവും ഒക്കെ കേട്ടത്. ചുറ്റുമുള്ളവരോട് നിരത്ത് കിടക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. കുട്ടികളെയും മറ്റും വിടവിലൂടെ അയാൾ പുറത്തേക്ക് വിട്ടു. ഭീകരർ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒപ്പമുണ്ടായിരുന്നവരെയും കൂട്ടി അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് താഴ്വരയിലേക്ക് ഓടി. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന 11 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ താഴ്വരയിലെത്തി. ഈ കഥയാണ് നസാക്കത്ത് അഹമ്മദ് ഷാ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുവായ ആദിൽ അഹമ്മദ് ഷാ ഭീകരരുടെ ആക്രമണത്തിൽ വെടിയേറ്റ് മരിച്ചു. ഭീകരരെ ചെറുത്തു നിൽക്കാനും തന്റെ ഒപ്പമുണ്ടായിരുന്നവരെ രക്ഷിക്കാനും വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയാണ് ആദിൽ ഹുസൈൻ ഷാ മരണമടഞ്ഞത്. അങ്ങനെ രക്ഷപ്പെട്ട അഗർവാൾ മാധ്യമങ്ങളോട് ഈ കഥ പറഞ്ഞു. അഗർവാൾ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പും ഇട്ടു. തന്നെ രക്ഷപ്പെടുത്തിയ നസാക്കത്ത് അഹമ്മദ് ഷായ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അഗർവാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് കാശ്മീരി പൗരന്മാരുടെ ചെറുത്തുനിൽപ്പിന്റെ കഥ പുറം ലോകം അറിയുന്നത്. അങ്ങനെ കാശ്മീർ ആക്രമണത്തിൽ മരണപ്പെട്ടവർ എല്ലാം 26 പേരിൽ 25 പേരും നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. കൂടുതൽ പേരും മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ്. അവരുടെ ലിസ്റ്റുകൾ നമുക്ക് കാണാം. കേരളത്തിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഖബറടക്കം ഇന്നലെ സർവ ബഹുമതികളോടും കൂടി നടന്നു. മന്ത്രിമാരും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ
എത്തിയിരുന്നു. പലരും ആ കൂട്ടത്തിൽ ഇതൊരു മുതലെടുപ്പായി ഏറ്റെടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിനെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തടഞ്ഞു. എന്തായാലും ഇതൊരു മതപരമായ വേർതിരിവിലേക്ക് നയിക്കാതെ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു ഭീകരാക്രമണം എന്ന തോതിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് ജാതീയപരമായി നടന്ന ഒരു ഭീകരാക്രമണം അല്ല. നമ്മുടെ ഇന്ത്യയിലെ ഒരു ജാതീയമായ വേർതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഭീകരരുടെ ആവശ്യവും. അത് മുതലെടുക്കാൻ നമ്മുടെ ചില പാർട്ടികളും രംഗത്തുണ്ട്. അതവർ തീർച്ചയായും മുതലെടുക്കുക തന്നെ ചെയ്യും. ഇതിനോടനുബന്ധിച്ച് കർണാടകയിലും മറ്റും പാകിസ്ഥാനി അനുകൂല സ്റ്റിക്കറുകൾ തെരുവുകളിൽ പതിപ്പിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. നമുക്കെന്തായാലും ഈ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആരൊക്കെയാണ് മരണപ്പെട്ടതെന്ന് നമുക്ക് അറിയണമല്ലോ. ഈ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരം.